ഹായ് ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പോസ്റ്റർ ക്രിയേഷനായിട്ടാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് വളരെ ഉപകാരപ്പെട്ടൊരു വീഡിയോ ആണ്. പോസ്റ്റർ ഉണ്ടാക്കാനായിട്ടുള്ള കുറേ വർക്ക് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പം അതിനു വേണ്ടി നമ്മൾ ഒരു പോസ്റ്റർ ഉണ്ടാക്കുകയാണ്. തീം വന്നിട്ട് നമ്മുടെ അണ്ടർ വാട്ടർ ആനിമൽസ്, അതാണ് തീം. ഇത് എൻ്റെ മോൾക്ക് സ്കൂളിലേക്ക് ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാർഡ് ബോർഡ് എടുത്തിട്ട് അതിൽ ബ്ലൂ കളറിലുള്ള പെയിൻറ്റ് അടിച്ചു കൊടുക്കുക. താഴെ ബ്ലൂവും മേളിൽ ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ വേണ്ടത്. എന്നിട്ട് നമ്മൾ ഒരു ഫോണിൽ വരയ്ക്കാൻ അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ ഒരു ഫോണിൽ ഇതുപോലെ ഗൂഗിൾ എടുത്തിട്ട് അണ്ടർ വാട്ടർ ആനിമൽസ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പം ഇതുപോലെ കുറേ ഇമേജസ് വരും. എന്നിട്ട് അതിനിങ്ങനെ സൂം ചെയ്തെടുക്കുക. എന്നിട്ടൊരു A4 ഷീറ്റിലേക്ക് ഇതിങ്ങനെ ബ്രൈറ്റ്നസ് കൂട്ടി വെച്ചിട്ട്, ഫോണിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടി വെച്ചിട്ട് നമ്മൾ ഒരു A4 ഷീറ്റ് മുകളിലേക്ക് വെക്കുക. എന്നിട്ട് ഇതുപോലെ ട്രേസ് എടുക്കുക. വരയ്ക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഇമേജ് ചെറുതാവുന്നുണ്ട്, ചിലപ്പം നമ്മളിങ്ങനെ കൈ തൊടുമ്പം ഇമേജ് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ മൂവൊക്കെ ആവും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ഇമേജിനെ മാത്രം ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ലോക്ക് ചെയ്യുക. സ്ക്രീനിൽ ലോക്ക് ചെയ്ത് വെക്കാം. എനിക്കിപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പം അത് കാരണം കൊണ്ട് ഞാൻ ഡയറക്റ്റ്ലി ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. എന്നിട്ട് നമ്മുടെ നമുക്ക് എന്ത് പിക്ചറാണോ വരയ്ക്കേണ്ടത് ആ പിക്ചറൊക്കെ നമ്മൾ ഇതുപോലെ ട്രേസ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ആവശ്യത്തിനുള്ള പിക്ചേഴ്സ് നമുക്ക് വരച്ചെടുക്കാം. വരച്ചതിന് ശേഷം നമ്മൾ ബ്ലാക്ക് കളറിലുള്ള എന്തെങ്കിലും ഒരു മാർക്കറോ സ്കെച്ച് പെൻസിലോ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഔട്ട്ലൈൻ വരച്ചെടുക്കാം. ഏതെങ്കിലും പോയിൻറ്റഡ് ആയിട്ടുള്ള മാർക്കർ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഔട്ട്ലൈൻ വരച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എല്ലാ ഔട്ട്ലൈനും വരച്ചു കൊടുത്തതിന് ശേഷം ഒരു ഇറേസർ വെച്ചിട്ട് നമ്മൾ ആ പെൻസിൽ മാർക്കിംഗ് എല്ലാം ഇതുപോലെ ഒന്ന് മായ്ച്ച് കളയുക. ഇതുപോലെ നമുക്ക് കിട്ടിയ ഈ ഒരു ഇമേജിനെ നമുക്ക് കളർ ചെയ്തെടുക്കുന്നതാണ് അടുത്ത പണി. കളറിങ് ചെയ്യുമ്പം ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ കളർ പെൻസിലോ അല്ലെങ്കിൽ ക്രയോൺസോ വെച്ചിട്ട് കളർ ചെയ്തെടുക്കാൻ നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ സ്കെച്ച് പെൻസിലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ കട്ട കുത്തിയിട്ട് ഒരു കളറിങ് ആയിരിക്കും കിട്ടുക. അപ്പോൾ അതും അത്ര വൃത്തികേടായിരിക്കും, അത്ര ഭംഗി ഉണ്ടാവില്ല. നിങ്ങൾ കളർ പെൻസിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് കളർ കൊടുക്കുക കേട്ടോ. കളർ ചെയ്തെടുത്തതിന് ശേഷമുള്ള അടുത്ത പണി എന്ന് പറയുന്നത്, നമ്മുടെ പ്ലക്കാർഡിന് ഒരു കോട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഇവിടെ സ്റ്റോപ്പ് പൊല്യൂഷൻ, സേവ് വാട്ടർ, സേവ് സീ, ഈ ഒരു ചെറിയ കോട്ടാണ് എടുത്തിരിക്കുന്നത്.
കാരണം മോള് ചെറുതാണ്, മോള് KG-യിലായതുകൊണ്ട് തന്നെ അവൾക്ക് പറയാൻ എളുപ്പത്തിന് പറ്റുന്ന ഒരു കോട്ട് എന്ന് പറയുന്നത് ഇതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചെറിയ കോട്ട് ഞാൻ എടുത്തെന്ന് മാത്രം. നമുക്ക് ഏതാണോ ഇഷ്ടം അല്ലെങ്കിൽ നമുക്ക് ഏതാണോ പറ്റുന്നത് എന്നുള്ളത് നമ്മൾ എടുത്തിട്ട് എഴുതി കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ തീം അനുസരിച്ചിട്ട് ഇപ്പം ഇത് ഞാനിപ്പം നമ്മുടെ അണ്ടർ വാട്ടർ ആനിമൽ ആയതുകൊണ്ടാണ് ഇങ്ങനൊരു തീം കൊടുത്തത്. അപ്പം നമുക്ക് ഏതാണോ സൗകര്യം എന്ന് പറയുന്നത് നമ്മുടെ തീം റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും കോട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ നമ്മൾ ഈ ഒരു ഇമേജസ് എല്ലാം കട്ട് ചെയ്തെടുക്കുമ്പം ചെറിയൊരു വൈറ്റ് കളറിലുള്ള ആ ഒരു പേപ്പറിൻ്റെയും കൂടിയും കുഴപ്പമില്ല. കറക്റ്റ് ബ്ലാക്കിലിട്ട് തന്നെ ഔട്ട്ലൈനിലിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ട കാര്യമില്ല. ഇതുപോലെ ചെറുതായിട്ട് വൈറ്റ് പുറത്തേക്ക് നിന്ന് വെച്ച് കുഴപ്പമില്ല. അപ്പോൾ നമുക്കൊരു സ്റ്റിക്കർ പോലെ നമുക്ക് ഈ ഒരു ഇമേജിന് കിട്ടും. അതിനുശേഷം നമ്മുടെ ഇമേജിനെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഇമേജ് ഈ ഒരു പ്ലക്കാർഡിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. സീയുടെ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടാൻ വേണ്ടി നമ്മളിതുപോലെ കുറച്ച് പ്ലാന്റ്സ് വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഫിഷിനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഫിഷ് ഉണ്ട്, സ്റ്റാർ ഫിഷ് ഉണ്ട്, അതുപോലെ തന്നെ ഷാർക്ക്, ഡോൾഫിൻ, ടോർട്ടോയ്സ്, ക്രാബ്, ജെല്ലി ഫിഷ്, ഇതെല്ലാമാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആനിമൽസ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് ഇതുപോലെയുള്ള ബബിൾസ് വരച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പ്ലക്കാർഡാണല്ലോ, അപ്പോൾ ഒരു സ്റ്റിക്ക് വേണം. സ്റ്റിക്ക് ഇതുപോലെ നമ്മൾ ഇതിൻ്റെ ബാക്കിലായിട്ട് ഏതെങ്കിലും ഒരു ടാപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഒരു നമ്മുടെ പ്ലക്കാർഡ് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് KG-1 മോൾക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ കുഞ്ഞു കുട്ടിയായതുകൊണ്ട് തന്നെ അവൾക്ക് പറയാനായിട്ട് ഈ ഒരു കോട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ അവൾക്ക് ഇതിൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ പ്രായം നോക്കിയിട്ട്, ഏജ് നോക്കിയിട്ട് നമ്മൾ ഈ ഒരു കോട്ട് സെലക്ട് ചെയ്യുക. എൻ്റെ മോൾക്ക് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലൊരു പ്ലക്കാർഡ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവളുടെ കയ്യിൽ ഈ പ്ലക്കാർഡ് കൊടുത്തു. എന്നിട്ട് ഞാൻ ഷാർക്കിനെ പോലെ ഒരു കാർഡ് ബോർഡിൽ ഷാർക്കിനെ വരച്ചിട്ട് പെയിൻറ്റ് കൊടുത്ത് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് അതിനൊരു ടാഗ് പോലെ കൊടുത്തിട്ട് അത് കഴുത്തിക്കൂടെ ഇതുപോലെ ഇടിച്ചിട്ട് കയ്യിൽ പ്ലക്കാർഡ് കൊടുത്തിട്ടാണ് ആളെ ഞാൻ ഒരുക്കി വിട്ടത്. ഇതായിരുന്നു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.